ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ ബി.ജെ.പിക്ക് 100 സീറ്റ് ഉറപ്പായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബി.ജെ.പി അധികാരത്തിലെത്തിയാൽ സംവരണം നിർത്തലാക്കും എന്ന് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുന്നു. 400 സീറ്റ് ഭരണഘടന തിരുത്താൻ അല്ല എന്നും അമിത്ഷാ പറഞ്ഞു. कुछ दिन से कांग्रेस पार्टी ने हमारे 4 से 400 पार के लक्ष्य को ट्विस्ट करना शुरू किया है। उन्होंने एक प्रकार से 400 पार के लक्ष्य को संविधान बदलने के लिए ये लक्ष्य है और दूसरा एक अपप्रचार कर रहे हैं कि भारतीय जनता पार्टी 400 पार करने के बाद आरक्षण को समाप्त कर देगी। ലൈംഗികാതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാരീശക്തിയെ അവഹേളിക്കുന്നത് വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ആദ്യം ഈ പ്രജ്വൽ രേവണ്ണ വിവാദത്തിലേക്ക്. ഈ കാര്യത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണോ ബി.ജെ.പി നേതൃത്വം? അമിത്ഷാ എന്താണ് പറയുന്നത്? സിറ്റിംഗ് എം പിയാണ്, വീണ്ടും അവിടെ തന്നെ മത്സരിച്ചതിന് ശേഷം ഇപ്പോൾ നാടുവിട്ടിരിക്കുകയാണ്. ഈ കാര്യത്തിലടക്കം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ എങ്ങനെയാണ് മറികടക്കാൻ ആലോചിക്കുന്നത് എൻ.ഡി.എ? വേണു, ഈ വിഷയത്തിൽ ബി.ജെ.പി സ്വാഭാവികമായും തന്നെ പ്രതിരോധത്തിലാണ്. കാരണം കർണാടകയിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഈ വിഷയം ഒരു ചർച്ചയാക്കി മാറ്റുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ബി.ജെ.പിക്കും സഖ്യകക്ഷികൾക്കും എതിരായ വിമർശനങ്ങൾ ഉയരുന്നു. കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സജീവമായി രംഗത്തുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നാരി ശക്തിയെ അപമാനിക്കാൻ എന്നത് വച്ചുപൊറപ്പിക്കില്ല എന്ന പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ രേവണ്ണയ്ക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. അത് രേവണ്ണയെയും മകനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഒരു വിവാദം ഉയരുന്നത് കർണാടകയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ ബി.ജെ.പിക്കുണ്ട്. പ്രധാനമായും ഇത്തവണ നാരി ശക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ത്രീകൾക്കായുള്ള ഒട്ടേറെ പദ്ധതികൾ, ഒപ്പം തന്നെ സ്ത്രീ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ വിവാദം വലിയ പ്രതിരോധം ഉണ്ടാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് അമിത്ഷായുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.